2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. മീനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത്. ധനപരമായ കാര്യങ്ങളിൽ സമൃദ്ധി ഉണ്ടാകും. ധാരാളം ധനം കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പല വഴികളിലൂടെയും ധനം കിട്ടാം. കുടിശ്ശികയായിട്ടുള്ള ഇപ്പോൾ കോൺട്രാക്ടർമാർക്കാണെങ്കിൽ കുടിശ്ശികയായിട്ടുള്ള പണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബില്ലൊക്കെ മുടങ്ങി കിടക്കുന്ന അത് ലഭിക്കാം. അതല്ലാണ്ട് നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ലഭിക്കാവുന്ന പണമാണെങ്കിൽ അങ്ങനെ ലഭിക്കാം. അങ്ങനെ ആരെങ്കിലും കൈവായ്പ വാങ്ങിച്ചിട്ട് തിരിച്ചു തരേണ്ടതാണെങ്കിൽ അതും ലഭിക്കേണ്ട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ സർക്കാരിൽ നിന്നും ഒരു ആദരവ് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബസുഖം ലഭിക്കും. കുടുംബത്തിൽ എന്തെങ്കിലും വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനും ഒരു ശമനം കിട്ടും. ഒരു നാട്ടിലെ ഒരു വിശ്വസ്തനാകും. നിങ്ങൾ ഏതിനും നിങ്ങളെ വിശ്വസിക്കാം, നിങ്ങളെ ആശ്രയിക്കാം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് ഉണ്ട്. ഒരു വിശ്വസ്തത അവർക്കുണ്ടാകും. അതുപോലെ തന്നെ പല ആൾക്കാരും വിദേശത്തേക്കോ അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ടോ ദൂരസ്ഥലത്തേക്കോ പോകുന്നതാണെങ്കിൽ അവരുടെ ചില ചുമതലകൾ നിങ്ങളെ ഏൽപ്പിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേമവും ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം മോശം രാശികളിലായിരുന്നാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സൽക്കർമ്മങ്ങളൊന്നും ഫലിക്കാതിരിക്കാൻ ഉള്ള ഒരു സാധ്യത. അതായത് പൂജകളും ധ്യാനങ്ങളും അതുപോലെ തന്നെ ഉപാസനകളൊക്കെ മുടങ്ങരുത്. മുടങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് മുടങ്ങരുത്. അതുപോലെ നിങ്ങൾ വിനാശകനായ മഹാഗണപതി ഭഗവാനെ ശരണം പ്രാപിച്ച് വേണ്ടുന്ന പൂജകൾ ചെയ്താൽ ഇതെല്ലാം മാറ്റം വരുന്നുള്ളതാണ്. അതുപോലെ പല കാര്യങ്ങൾക്കും തടസ്സം വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചെലവുകൾ ഉണ്ടാകാം. അതുപോലെ ബന്ധുക്കൾക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. സഹോദരന് ദോഷം വരുന്നതായിട്ടാണ് കാണുന്നത്. ശരീരത്തിലെ രക്തശുദ്ധീകരണം നടക്കുന്നില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനി മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫലങ്ങൾ പറയുന്നത്. പൂരുരുട്ടാതി നക്ഷത്രമാണ് ആദ്യം പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കുടുംബ സ്വത്തുകൾ, ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ കുടുംബ സ്വത്തുകൾ ഭാഗം വച്ചിട്ട് അതിലൊരു വിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പണമായിട്ടോ വസ്തുവായിട്ടോ അല്ലെങ്കിൽ വീടായിട്ടൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബന്ധുക്കളുടെ വളരെ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. ചെറിയ അസുഖങ്ങൾ വന്നും പോകുകയിരിക്കുമെങ്കിൽ അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവിടെ നിന്ന് അന്യദേശത്തേക്ക് ചേക്കേറി താമസിക്കേണ്ട ഒരു സാഹചര്യം വരാം. അങ്ങനെ താമസിക്കുമ്പോൾ അവിടെ ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ പ്രായത്തിൽ ഈ കുട്ടി കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടിയിൽ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ബാല്യകാലത്ത് ഈ കൊച്ചിൻ്റെ രക്ഷകർത്താക്കൾ കൊച്ചിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരുമായിട്ട് കൂട്ടുകെട്ടുന്നൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ വിദ്യാഭ്യാസത്തിന് മോശമായ രീതിയിലാണ് പോകുന്നതെങ്കിൽ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് കാണുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഇവർക്ക് അവസാനത്തെ 4 വർഷങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ആരോഗ്യം ഒരു പരിധിവരെ നല്ലതായിരിക്കും. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം, പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുവാൻ അല്ലെങ്കിൽ എല്ലാത്തിനും സാധ്യമാകുന്നുണ്ട്. അവർക്ക് വീടും സ്ഥലവും വാഹനമൊക്കെ വാങ്ങുവാനുള്ള ഭാഗ്യവുമുണ്ട്. ധനസമൃദ്ധി ഉണ്ടാകും. സന്തോഷം ലഭിക്കും. മനസ്സുഖം ലഭിക്കും. ശരീരസുഖവും ലഭിക്കും. ശരീരത്തിലുള്ളായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും. അലർജി പോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും. അവർക്ക് ആകെപ്പാടെ ഒരു നല്ലൊരു സമയമാണിത്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ദുഃഖങ്ങൾ വരാം. അതുകൊണ്ട് ഇതിൽ പ്രധാനം സാമ്പത്തികമാണ്. സാമ്പത്തികം അച്ചടക്കം പാലിച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ധനശേഷി ഉണ്ടാകും. അത് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും വരാതെ പോകാൻ സാധിക്കും. ഒരു വിദേശവാസം കൂടി ഈ സമയം ചിലർക്ക് കാണുന്നുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സുള്ളവർക്ക് ചില ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്.
അത് ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. അത് പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടും എന്ന് ഭയക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നില്ല. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ. പുതിയ വീടും വാഹനങ്ങളും വസ്തുവകകളെല്ലാം അവർക്ക് വാങ്ങാൻ സാധിക്കും. അവാർഡുകളും ആദരവുകളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായി മാറുന്നതിനും സാധിക്കും. ഉദരരോഗം ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുകയും അതുമൂലം എന്നേക്കുമായി ആ വ്യാധിയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുകയും ചെയ്യുന്നു. ആരെയും ചതിവിൽപ്പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും വളരെ പഠിച്ചു നോക്കിയിട്ട് വേണം തീരുമാനിക്കാനും ഒപ്പുവയ്ക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് വളരെ കരാറുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കൂടുതലും രോഗങ്ങൾ മൂലവും വീഴ്ചകൾ മൂലവുമുള്ള അസുഖങ്ങളാണ്. അതുകൊണ്ട് വീഴ്ചകൾ വരാതെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അടുത്ത ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ളതാണ്. 13 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറുന്നതിന് അവർക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. ചില അസുഖങ്ങൾ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലായ്മ മൂലവും ഒക്കെ അങ്ങനെ പലരെയും അകവഴിഞ്ഞ് വിശ്വസിക്കുന്നത് മൂലവും പല പല ചൂഷണങ്ങൾക്ക് ഈ കുട്ടി വിധേയമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അറിയാതെ തന്നെ പല തെറ്റുകളിലേക്കും ചെന്ന് ചാടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധിക്കുക. ഉറ്റ ബന്ധുക്കളാരെങ്കിലും മരണപ്പെടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് കുറച്ച് ദുഃഖം അനുഭവിച്ചല്ലോ ചെറുപ്പത്തിൽ തന്നെ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ആ ദുഃഖമെല്ലാം അവർക്ക് മാറിക്കിട്ടുന്നു. അവർക്ക് ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് സംരക്ഷണം ലഭിക്കുന്നു. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയുണ്ട്. നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാം. അങ്ങനെ അവർക്ക് ആ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രതീക്ഷയിൽ കൂടുതൽ നല്ല ജോലികൾ കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനം ധാരാളം സമ്പാദിക്കുവാൻ സാധിക്കും. ചില രോഗങ്ങൾ ഉണ്ടാവുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ കുറച്ച് പിണക്കം വന്നിട്ട് വേർപിരിഞ്ഞ് താമസിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് അകന്ന് താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ അകന്ന് അതിൻ്റെ ഒരു പിണങ്ങി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു സന്ദർഭമാണ് വരുന്നതെങ്കിൽ ധാരാളമായിട്ട് ധനനാശങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മനസ്സിനും ശരീരത്തിനും ചില പീഡകൾ വരുന്നതിനും ഒരു ഭയം ഉണ്ടാകാം. രോഗങ്ങൾ വരുമോ അല്ലെങ്കിൽ മരിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങളും വീടും സ്ഥലങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കുന്നൊരു സമയമാണ്. ഇവർക്ക് ദേശത്തിൻ്റെയോ അങ്ങനെ ചില സംഘടനകളുടെയൊക്കെയോ അമരത്ത് ഇവർക്ക് വരുവാനായിട്ട് ഇവർക്ക് സാധിക്കും. അതുപോലെ ഇവർക്ക് തന്നെ പുനർവിവാഹവും കൂടി കഴിക്കുന്നതിന്, രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനും കൂടി ഒരു യോഗം ജാതകത്തിൽ ഇവരുടെ ഇതിൽ കാണുന്നുണ്ട്. അത് കണ്ണിനും ഉദരത്തിനുള്ള ചെറിയ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ധനനാശവും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിന് സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെടുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പോലീസ് പരാതികളും കോടതി നടപടികളും വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കോടതി നടപടിയും പോലീസ് പരാതികളിലും നിങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കി അതിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ ആഭിചാരക്രിയകൾ വഴി നിങ്ങളെ മനഃപൂർവ്വം ദുഃഖിപ്പിക്കാനൊക്കെ ഉള്ള ശത്രുക്കളായിട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭ്യമാകാം. കാരണം കുറേ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഭയവും പരാതികളൊക്കെ ഉണ്ടായതാണല്ലോ. അതിൽ നിന്നെല്ലാം മോചനം കിട്ടി അവർക്ക് നല്ലൊരു സമയമാണിപ്പം അവർക്ക് വന്നിരിക്കുന്നത്. അവർക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറുകയും അവർക്ക് ധാരാളം ധനവും വസ്തുവകകളും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തോട്ടങ്ങളുള്ളവർക്കാണെങ്കിൽ കാർഷിക വിളകളിൽ നിന്ന് നല്ല സമ്പാദ്യം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്.
73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ശസ്ത്രക്രിയകൾ വേണ്ടി വരാം, ചെറിയൊരു ശസ്ത്രക്രിയ വേണ്ടി വരാം. അത് കൂടുതലും ചതവ്, മുറിവ് എന്നിവ സംബന്ധിച്ചുള്ള ഒരു ശസ്ത്രക്രിയയാണ്. അതുപോലെ തന്നെ ധാരാളം ധനം ഉണ്ടാകും ഈ സമയത്ത്. ധനത്തിനൊന്നും ഒരു കുറവുണ്ടാവില്ല. പല സമ്പാദ്യ പദ്ധതികളിൽ നിന്നും ഒക്കെ ധാരാളം ധനം ഉണ്ടാകും. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് ചില ചെലവുകൾ വരുന്നതിനും സാധ്യതയുണ്ട്. രക്തത്തിലെ ചില രോഗങ്ങൾ മൂലം, അതായത് രക്തത്തിൽ അണുബാധ മൂലമോ അതല്ലെന്നുണ്ടെങ്കിൽ പിത്തരസവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലവുമൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അടുത്ത രേവതി നക്ഷത്രക്കാർക്കുള്ളതാണ് ഫലങ്ങൾ. 9 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കുകയും വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. ഇത് എല്ലാ രേവതി നക്ഷത്രക്കാർക്കുമല്ല, ചില രേവതി നക്ഷത്രക്കാർക്കാണ് മനസ്സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രയാസം കാണുന്നില്ല. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില രേവതി നക്ഷത്രക്കാർക്കാണ് ധനത്തിനും ഐശ്വര്യങ്ങൾക്കൊക്കെ കുറച്ച് കോട്ടം സംഭവിക്കാൻ, അതുപോലെ സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. പല ആപത്തുകളും ഉണ്ടാകാം. അതുപോലെ ഇവരെ എല്ലാത്തിനും സഹായിച്ചിരുന്ന, എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന, അറിഞ്ഞ് ചോദിക്കാണ്ട് തന്നെ അവർക്ക് അറിഞ്ഞ് സഹായിക്കുന്ന ചില അവരുടെ ഒരാൾ മരണപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു സഹായിയുടെ വേർപാടുണ്ടാവാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതുപോലെ നടക്കാം. വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ ഇഷ്ടപ്പെട്ട തൊഴിൽ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ വിശേഷിച്ച് വളരെ ഈ തൊഴിൽ ലഭിച്ചതിന് ശേഷം അവർക്കൊരു വലിയൊരു വിരുന്ന് സൽക്കാരം ലഭിക്കുന്നു. ആ വിരുന്ന് സൽക്കാരത്തിൽ വെച്ച് അവർക്ക് കൂടുതൽ പദവിയുള്ള ഒരു ജോലികൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും അങ്ങനെ ജീവിതത്തിലെ സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വീട്, വാഹനങ്ങളും എല്ലാം അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ അവർക്ക് സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നതിനുള്ള ഒരു സമയവും കൂടിയാണിത്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായും മാനസികമായും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. ധനനാശം കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ളത് നല്ല നല്ല സമ്പാദ്യ പദ്ധതികളിൽ വേണം മുടക്കാനായിട്ട്. അത് വസ്തുക്കൾ വാങ്ങുന്നതിനായിരുന്നാലും വീടുകൾ വാങ്ങുന്നതിനായിരുന്നാലും നിക്ഷേപ പദ്ധതികളായിരുന്നാലും അതെല്ലാം വളരെ ശ്രദ്ധിച്ച് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അനുഭവിച്ച എല്ലാ കുറച്ച് ബുദ്ധിമുട്ടുകൾക്കും ഭയങ്ങൾക്കും എല്ലാം അവർക്ക് ശാന്തി ലഭിക്കുന്നു. അവർക്ക് എല്ലാത്തിനും പരിഹാരമായി അവർക്ക് പ്രതാപവും ഐശ്വര്യങ്ങളും പദവിയും നല്ലൊരു ആഡംബര ജീവിതവും അവർക്ക് ലഭിക്കുന്നു. വാഹനങ്ങളും കുടുംബസ്വത്തും എല്ലാം ലഭിക്കും. ചില രോഗങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കും എങ്കിൽ തന്നെയും ശാരീരികപരമായി അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി ഒരു അവയവത്തിന് വേണ്ടി വന്നേക്കാം. അത് എല്ലാവർക്കും അല്ല, ചിലർക്കാണ്. സർക്കാരിൽ നിന്നും അതുപോലെ ചില ടാക്സ് സംബന്ധിച്ചതോ ഒക്കെ ആയിട്ടുള്ള നോട്ടീസുകൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ അതിനെ മറുപടി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് കോടതി നടപടിയിലേക്ക് പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വളരെ വിലയേറിയ എല്ലാ ഡോക്യുമെൻസും വളരെ സുരക്ഷിതമായി വേണം നിങ്ങൾ, വസ്തുവകളായിരുന്നാലും പണമായിരുന്നാലും സ്വർണമായിരുന്നാലും എല്ലാം നിങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുക. കാരണം ഈ സമയത്ത് ഒരു മോഷണം നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ടൈഫോയിഡ് പോലുള്ള പനികൾ വരുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. 50 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് സംഭവിച്ചു കഴിഞ്ഞ ബുദ്ധിശൂന്യതയ്ക്കും ഒക്കെ ഇത് നേരത്തെ കുറച്ച് ശ്രദ്ധിച്ചുള്ളവർക്ക് പ്രശ്നമില്ല. അശ്രദ്ധ കാണിച്ചവർക്ക് ഇത് ബുദ്ധിശൂന്യത ആയിപ്പോയി എന്നുള്ളതിനെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. പലതിനോടും വെറുപ്പ് തോന്നാം. പല രോഗങ്ങളും വരുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ ഈ ദേശം വിട്ട്, ഇപ്പം വസിക്കുന്ന ദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്.
ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ എല്ലാവർക്കും സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.